ലീഗിലേക്കാണ്. ലീഗിലെ മാഞ്ചസ്റ്റർ ഡാർബിയിൽ യുണൈറ്റഡിനെ തകർപ്പൻ ജയം. സിറ്റി എതിരില്ലാത്ത 2 ഗോളിനാണ് തോൽപ്പിച്ചത്. ആഴ്സണൽ ലിവർപൂൾ ടീമുകൾക്ക് സമനില കുരുക്ക്. സ്പാനിഷ് ലീഗിൽ ജയം സ്വന്തമാക്കി റയൽ മാഡ്രിഡ്. ഓൾഡ് ട്രാഫോർഡിലെ ആവേശ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്തെറിഞ്ഞ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സ്വന്തം കാണികൾക്ക് മുന്നിൽ പുതിയ പരിശീലകനായ മൈക്കിൾ കാരിക്കിന് കീഴിലെ യുണൈറ്റഡിന്റെ ആദ്യ ജയം കൂടിയായിരുന്നു സിറ്റിക്കെതിരെ. പുതുവർഷത്തിൽ നടന്ന ആദ്യ മാഞ്ചസ്റ്റർ ഡെർബിയിൽ മറുപടിയില്ലാത്ത 2 ഗോളിനാണ് ചെകുത്താന്മാരുടെ ജയം. ആദ്യ പകുതിയിൽ ആക്രമിച്ച് കളിച്ച ഇരു ടീമിനും ഗോൾ കണ്ടെത്താനായില്ല. രണ്ടാം പകുതിയുടെ തുടക്കം മുതൽ ഹൈ പ്രസിംഗ് പ്രകടനം പുറത്തെടുത്ത യുണൈറ്റഡിന് 65-ാം മിനിറ്റിൽ ബ്രയാൻ എംബൂമോയിലൂടെ മുന്നിലെത്താനായി. പിന്നാലെ 76-ാം മിനിറ്റിൽ പാട്രിക് ഡോഗുവും വലകുലുക്കി. മികച്ച അവസരങ്ങൾ റെഡ്സ് ഉണ്ടാക്കിയെങ്കിലും ഗോളുകൾ കണ്ടെത്താനായില്ല. ജയത്തോടെ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് എന്ന സ്വപ്നവും യുണൈറ്റഡ് നിലനിർത്തി. മറ്റു മത്സരങ്ങളിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ഇറങ്ങിയ വമ്പന്മാർക്ക് സമനില കുരുക്ക്. ആഴ്സണലിനെ ഗോൾരഹിത സമനിലയിൽ തളച്ച് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ലിവർപൂളിനെ പിടിച്ചുകെട്ടി ബേൺലി. മത്സരത്തിൽ ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി. ടോട്ടനത്തെ 1-2 ഗോളിന് വെസ്റ്റ് ഹാം അട്ടിമറിച്ചു. ചെൽസിക്കൊപ്പം പ്രീമിയർ ലീഗിലെ ആദ്യ ജയം സ്വന്തമാക്കി റോസൈനർ. ബ്രെഡ്ഫോർഡിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് ചെൽസി തോൽപ്പിച്ചത്. സൂപ്പർ കപ്പിലെയും കോപ്പ ഡെൽറേയിലെയും നിരാശയിൽ നിന്ന് ലാലിഗയിലെ ജയത്തിലൂടെ കരകയറി റയൽ മാഡ്രിഡ്. ലെവന്റയെ എതിരില്ലാത്ത 2 ഗോളിനാണ് റയൽ തോൽപ്പിച്ചത്. കിലിയൻ എംബാപ്പയുടെയും റൗൾ അസെൻസിയോയുടെയും ഗോളുകളിലൂടെയാണ് പരിശീലകനായി റയലിനൊപ്പം അൽവാരോ അർബലോവയ്ക്ക് ആദ്യ ജയം നേടാനായത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ലെവാന്റയുടെ പ്രതിരോധം ഭേദിക്കാൻ ഉയർത്ത റയൽ രണ്ടാം പകുതിയിലാണ് 2 ഗോളുകളും നേടിയത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.